ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ്. അപ്പനും അമ്മയും 2 മക്കളും ഉള്ള കുടുംബം, 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഇളയ കുട്ടി എന്തോ സ്കൂളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഹോംവർക്ക് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അമ്മ എന്തോ പാചകം ചെയ്യുന്നുണ്ട്, അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മൂത്ത കുട്ടിയുണ്ട്. അപ്പോൾ അവൾ ചെയ്തിട്ട് ശരിയാകാത്തത് കൊണ്ട് അവളോട് നീ പോയി കമ്പ്യൂട്ടർ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവളെ പറഞ്ഞുവിടുകയാണ്. അപ്പൻ എന്തോ ബിസിനസ് സംബന്ധമായ ഒരു ഫോൺ കോളിലാണ്. ആ സമയത്ത് ഈ ഇളയ കുട്ടി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഈ ഹോംവർക്ക് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കും. ആ സമയത്ത് അമ്മ ആംഗ്യത്തിലൂടെ അപ്പനോട് ചോദിക്കാൻ പറയും. അപ്പൻ ഇങ്ങനെ കൈ കാട്ടിയിട്ട് പറയുന്നു, ഞാനൊരു ഫോണിലാണ് വെയിറ്റ് ചെയ്യുന്നത്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ അവളോട് ചോദിച്ചു, പറ മോളെ എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? അപ്പനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പച്ച ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി ഒരു വിവരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് സഹായിക്കും. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ കുറച്ച് വിവരണങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പകർന്നു നൽകി. അതെങ്ങനെയായിരുന്നു? ലോകം മുഴുവനും നിന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ബെസ്റ്റ് ഫ്രണ്ട്. തോൽവികൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ജയിക്കാനുള്ള സാധ്യത ഒരിക്കലും വിട്ടുകളയരുത്, നീ ജയിക്കും എന്ന വലിയ ഉറപ്പ് നൽകി കൂടെ നിൽക്കുന്നയാളാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നിന്റെ എല്ലാ പരാതികളും പരിഭവങ്ങളും പരാതി കൂടാതെ കേൾക്കുന്നു. അതെത്ര നിസ്സാരമായിട്ടുള്ളതാണെങ്കിലും കേൾക്കുന്ന ഒരു വ്യക്തിയാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി നീ എത്ര ദേഷ്യപ്പെട്ടാലും ക്ഷമയോടുകൂടെ നിന്നെ കേട്ടിരിക്കുന്ന ഒരാളാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ കൃത്യമായി നിന്നോട് പറഞ്ഞു തരുന്ന ഒരാളാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ കുറവുകളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഒരാളാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഒരു 5-6 വിശേഷണങ്ങൾ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി ഈ മകളോട് അപ്പൻ ഇങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ ഇതെല്ലാം കേട്ട് വളരെ സന്തോഷത്തോടുകൂടെ മനസ്സിലാക്കിയ ഈ ഇളയ കുട്ടി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം അപ്പനോട് ചോദിക്കുന്നുണ്ട്. അപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? കുറച്ചു നേരത്തേക്ക് വലിയൊരു നിശബ്ദതയായിരുന്നു. ആ സമയത്ത് ആകാംക്ഷയുടെ ഒരു മുൾമുന ഈ 3 പേരിലുണ്ടായിരുന്നു. അതിനുശേഷം ഈ കുട്ടിയെ നോക്കിയിട്ട് ഈ അപ്പം പറയുന്നുണ്ട്, മോളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ദാ ആയിരുന്ന് പച്ചക്കറി അരിയുന്ന നിൻ്റെ അമ്മ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 4 പേരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. അത് സങ്കടത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് പരസ്പര വിശ്വസ്തതയുടെ സ്നേഹത്തിൻ്റെതായിരുന്നു. പ്രിയമുള്ളവരെ, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം നമ്മളുടെ വീടിന് പുറത്ത് അവരെയൊക്കെ തേടി നടക്കുമ്പോൾ വീടിനകത്ത് നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനെ നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്.